ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്കിവിടെ സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ദിവസമായില്ലേ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ അങ്ങനെ മടി പിടിച്ച് ഇരിക്കുകയായിരുന്നു. ഇനി സടകുടഞ്ഞ് അങ്ങോട്ട് എഴുന്നേക്കാമെന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയതാണ് കേട്ടോ. മടി പിടിച്ചിരിക്കാനുള്ള റീസൺ വേറെ ഒന്നുമില്ല. എനിക്ക് ഡയറ്റൊന്നും പ്രോപ്പറായിട്ട് ആവുന്നുണ്ടായിരുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും ഒന്നും അങ്ങോട്ട് ശരിയാവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഭയങ്കര ഒരു സാഡായിരുന്നു കേട്ടോ ഞാൻ. അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനൊന്നും എനിക്കൊരു ഉന്മേഷവും കിട്ടുന്നുണ്ടായിരുന്നില്ല. കാണുന്ന മധുരമൊക്കെ ഞാൻ എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു. നല്ല വെയിറ്റും കൂടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു കുറ്റബോധവും എല്ലാം കൂടി ആയിട്ട് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും ഒട്ടും ഉന്മേഷം കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് മുതൽ ഒരു വെയിറ്റ് ലോസ് ചാലഞ്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഓവറായിട്ട് 100 ദിവസവും ഒരു മാസവും അങ്ങനെയൊന്നും ഞാൻ വിചാരിക്കണില്ല കേട്ടോ. ഇപ്രാവശ്യം 10 ദിവസം 10 ദിവസം അങ്ങനെ വിചാരിക്കണത്. അപ്പോൾ എന്തായാലും ആ 10 ദിവസം കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കാൻ പറ്റിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു വ്യാഴാഴ്ച തൊട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. വീഡിയോ ശനിയാഴ്ച മുതലാണ് ഇട്ട് തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ തന്നെ മക്കളെയൊക്കെ സ്കൂളിലൊക്കെ കൊണ്ടാക്കി തിരിച്ചു വന്നതിന് ശേഷമാണ് ഞാൻ ഭക്ഷണത്തിലേക്ക് കിടക്കണത് കേട്ടോ. വെയിറ്റൊക്കെ നോക്കിയിട്ടുണ്ട്, നല്ല കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്, കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ വെറും വയറ്റിൽ ഞാൻ ചിയാ സീഡിൻ്റെ വാട്ടറാണ് കുടിക്കുന്നത്. അതിൽ ഞാൻ ഒരു അരമുറി നാരങ്ങ പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ കുടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ കുടിക്കുമ്പോൾ അവിടെ ഇന്ന് പൂരിയും ബാജിയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ സുജിയൊക്കെ അത് കഴിക്കണുണ്ട് കേട്ടോ. പിന്നെ സുജി ഓഫീസിലൊക്കെ പോയതിന് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചത്. കാരണം ഈ ഒരു വലിയൊരു മഗ്ഗിലാണ് ഞാൻ ഒരു ആവശ്യം മൂത്ത് എടുത്തിട്ടുണ്ടായിരുന്നത് ചിയാ സീഡ്. അപ്പോൾ ഒറ്റ സ്പൂൺ എടുത്തിട്ടുള്ളൂ കേട്ടോ ചിയാ സീഡ്. അപ്പോൾ എന്താ പറയുക, വയറൊക്കെ ആ വെള്ളം തന്നെ കുടിച്ചപ്പോൾ എൻ്റെ വയറ് കുറച്ചങ്ങോട്ട് ഫില്ലായി. സോ ഞാൻ പിന്നെ ഒരു 11:30 മണി ആ ഒരു ടൈമിലാണ് ഞാനിതാ എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തതിൽ കുറച്ച് ഫ്ലാക്സ് സീഡ്സ്, പംകിൻ സീഡ്സ്, പിന്നെ സൺഫ്ലവർ സീഡ്, ഇതൊക്കെ നമുക്ക് അങ്ങനെ സീഡുകളെ ഒരു ഇതുണ്ടല്ലോ. അത് കുറേ മുമ്പ് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ മുമ്പല്ല, കുറച്ചൊരു 1-2 മാസം മുമ്പ് ഭയങ്കര ഡയറ്റിൽ പ്രോപ്പറാകാൻ വേണ്ടി വാങ്ങി വെച്ചതേനു. പക്ഷെ അതൊന്നും പിന്നെ ഡയറ്റ് പ്രോപ്പർ അല്ലാത്തതുകൊണ്ട് അതൊന്നും എനിക്ക് ഉപയോഗിക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്രാവശ്യം 10 ദിവസമല്ലേ, അപ്പോൾ അതിൽ കുറച്ച് നീറ്റായിട്ട് നടക്കാമെന്ന് മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയായി മാറുമെന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ കഥ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു എന്താ പറയുക, ഒരു അലങ്കാരത്തിന് വേണ്ട ആ ഒരു എഗ് സ്ക്രാമ്പിളിൻ്റെ മുകളിൽ ഞാൻ ആ ഒരു സീഡ്സൊക്കെ കുറച്ച് അങ്ങോട്ട് അങ്ങനെ എന്താ പറയുക സ്പ്രിങ്കിൾ ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ കഴിക്കണത്. എനിക്ക് അതിങ്ങനെ കടിക്കുമ്പോൾ വലിയ രസമൊന്നുമില്ല, പക്ഷെ നല്ലതാണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങോട്ട് കഴിക്കുകയാണ് കേട്ടോ. വലിയ കുഴപ്പമില്ല. അപ്പോൾ അതാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ രാവിലെ എണീച്ചപ്പോൾ തന്നെ ഞാൻ വെയിറ്റൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടാലോ. അപ്പോൾ ഇന്നത്തെ വെയിറ്റ് 84.90 നല്ല കൂടിയിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് വെയിറ്റ് ലോസ് ചാലഞ്ച് നിൽക്കുന്ന 100ാമത്തെ ദിവസം 82.90 അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ. അപ്പോൾ നോക്കുകയാണെങ്കിൽ 2 കിലോ വെച്ച് ഞാൻ അങ്ങോട്ട് കൂടിയിട്ടുണ്ട്. എത്ര എളുപ്പമല്ലേ, നമ്മൾ കുറക്കാൻ എന്തോരം കഷ്ടപ്പെട്ടിരുന്നതാണ്. ഈ കൂടാൻ ഒരു കുഴപ്പമില്ലാണ്ട് വേഗം തന്നെ നമുക്ക് അങ്ങോട്ട് കൂടി കിട്ടും. അപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇത്ര എളുപ്പം 2 കിലോ അങ്ങോട്ട് കൂടിയപ്പോൾ എന്തായാലും. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് സ്ട്രിക്റ്റായിട്ട് 10 ദിവസം നിൽക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. പ്രത്യേകിച്ച് ഇനി വെക്കേഷനൊക്കെ വരുമല്ലേ. അപ്പോൾ വീട്ടിൽ നിൽക്കലും അങ്ങോട്ട് പോലും ഇങ്ങോട്ട് പോലും, പിന്നെ കല്യാണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. നയനൻ്റെ അനിയത്തിൻ്റെ കല്യാണമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിയുമ്പോഴത്തേന് ഞാൻ എന്തായാലും ഒരു 3-4 കിലോ കൂടുന്നുള്ള, ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ 3-4 കിലോ കൂടും നിങ്ങൾക്ക് ഉറപ്പാണ്. അപ്പോൾ ഇതിൽ 2 കിലോ അങ്ങനെ കുറച്ചാൽ വെക്കേഷൻ ഒരു 2-3 കിലോ കൂടിയാൽ വലിയൊരു പ്രശ്നം വരില്ലല്ലോ അല്ലേ. അപ്പോൾ അതാണ് എൻ്റെ ഉദ്ദേശം. നമ്മൾ വല്ലാണ്ട് കുറഞ്ഞില്ലെങ്കിൽ കൂടി ഒരു മെയിൻറ്റെയിൻ ചെയ്ത് പോവാന്ന് പറയുന്നത് വലിയൊരു കാര്യമാണല്ലോ അല്ലേ. അപ്പോൾ അതിനാണ് ഇപ്പം ഞാൻ മെനക്കെട്ടിട്ട് ഒരു 10 ദിവസം എങ്കിൽ 10 ദിവസം എന്നുള്ള രീതിയിൽ എന്നെ പിടിച്ച് വെക്കുകയാണ് കേട്ടോ. കയ്യും കാലൊക്കെ ഞാൻ കെട്ടിയിടുക എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും കഷ്ടപ്പാടാണ് എനിക്ക് ഭയങ്കര ഷുഗർ ക്രേവിങ്സാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട്. ഇവിടെ ആണെങ്കിൽ ഈ വീട് വല്ലാത്തൊരു വീടാണ് കേട്ടോ. അങ്ങനെ എന്തെങ്കിലും മിഠായി ആയിട്ടും അലുവ അത് ഇത് ഒക്കെ ആയിട്ട് ഇവിടെ കുറേ സാധനങ്ങൾ എപ്പോഴും ഉണ്ടാവും. സ്നാക്സും ഈ ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കഴിക്കാൻ
ഞാൻ ഫുൾ ടൈം നമ്മൾ വീട്ടിൽ തന്നെയാണല്ലോ, അപ്പോൾ ഇതിങ്ങനെ കഴിക്കാനുള്ള ത്വര കുറച്ച് കൂടും. അപ്പോൾ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതാ ഇപ്പോൾ പുതിയൊരു ശീലമാണ്. എന്താ പറയുക, ഇപ്പോൾ ബിഗ് ബോസ് സ്റ്റാർട്ടാക്കിയിട്ടുണ്ടല്ലോ അല്ലേ. അപ്പോൾ ബിഗ് ബോസ് കണ്ടിട്ടാണ് ഇപ്പോൾ ഞാൻ അധികം രാവിലെയുള്ള തുണി മടക്കി വെക്കലും കാര്യങ്ങളൊക്കെ ചെയ്യാല് കേട്ടോ. നിങ്ങൾ ബിഗ് ബോസ് ഫാനാണോ, അല്ലെങ്കിൽ ബിഗ് ബോസ് കാണലില്ലേ, എന്താണ് നിങ്ങളൊക്കെ അവസ്ഥ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് ബിഗ് ബോസ് കണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ആദ്യത്തെ സീസണ് മാത്രമേ ഒരു പകുതി തൊട്ട് കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ ഫസ്റ്റ് തൊട്ടേ കാണലുണ്ടായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം അങ്ങനെ എന്താ പറയുക, അങ്ങനെ ഫേവറേറ്റ് എന്ന് പറഞ്ഞിട്ടൊന്നും അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഇതുവരെ ആയിട്ടില്ല. തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, എന്താവും നോക്കുക. അപ്പോൾ എന്തായാലും ഞാൻ ഇന്നത്തെ ലഞ്ചായിട്ട് കുറച്ച് അങ്ങനെ വെറുതെ സ്വിഗ്ഗിയൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ അതിലിങ്ങനെ സാലഡിൻ്റെ ഒരിത് കണ്ടതാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ നോക്കിയപ്പോൾ ഇതിലൊരു ഹൈ പ്രോട്ടീൻ മീൽ പറഞ്ഞിട്ട് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് വാങ്ങി നോക്കാം എന്ന് പറഞ്ഞു. വില കുറച്ച് കൂടുതലാണ്, നമുക്ക് 400 സംതിങ് അങ്ങനെയൊക്കെ ഉണ്ട് ഈ ഒരൊറ്റ മീലിന്. പക്ഷെ എന്നാലും പൈസ പൊട്ടെ പവർ വരട്ടി വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വാങ്ങി നോക്കിയതാണ് കേട്ടോ. ഇതിൽ കുറച്ച് ചോറും ഒരു ഗീ റൈസിൻ്റെ അരി കൊണ്ടുള്ള ചോറും അതിൽ എഗ്ഗിൻ്റെ അങ്ങനെ ആക്കിയിട്ടുള്ളതാണ്. പിന്നെ അത് ഞാൻ കാണിക്കുന്നത് ചിക്കനാണ് കേട്ടോ. ചിക്കൻ്റെ ഉള്ളിൽ എന്തോ എഗ്ഗ് കൊണ്ടുള്ള എന്തോ ഒരു സംഭവം അങ്ങനെ ഫില്ല് ചെയ്ത് വെച്ചതാണ്. പിന്നെ കുറച്ച് പച്ചക്കറി, ബ്രോക്കോളി, ക്യാരറ്റ്, ബീൻസ്, അങ്ങനത്തെ കുറച്ച് പച്ചക്കറികളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ എഗ്ഗ്, പിന്നെ ആ മഞ്ഞ കളറിൽ കാണുന്നത് വെള്ളക്കടലല്ലേ, അതും എഗ്ഗും കൂടി കൂട്ടിയിട്ടുള്ള ഒരു ഉപ്പേരി പോലത്തെ ഒരു സംഭവമുണ്ട്. എല്ലാം കുറച്ചേ ഉള്ളൂ. പിന്നെ ഒരു സ്വീറ്റിന് നമുക്ക് വാട്ടർമെലൺ കുഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല വാട്ടർമെലൺ ഉണ്ട്, നല്ല മധുരമുള്ള വാട്ടർമെലൺ ആയിരുന്നു. ഏതായാലും നല്ല ടേസ്റ്റിലായിട്ട് നമുക്ക് ഇങ്ങനെ ഒന്നാമത് നമുക്കിങ്ങനെ ഭംഗിയിൽ ഒരുക്കി വെച്ച് കാണുമ്പോൾ കഴിക്കാനുള്ള ഒരു ഇത് ഇഷ്ടമുണ്ടാവില്ലേ. അപ്പോൾ നമുക്ക് അത് അങ്ങനെ ഫോട്ടോ ഞാൻ സ്വിഗ്ഗിയിൽ ഇങ്ങനെ കണ്ടതുകൊണ്ടാണ് കേട്ടോ വാങ്ങി നോക്കാമെന്ന് വിചാരിച്ചത്. ഞാനിപ്പോൾ ആരോടെ വർത്താനം പറയണം, ആർക്കായി കാണിച്ചു കൊടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ടാവും. താത്താനെ വീഡിയോ കോൾ ചെയ്യാണ് കേട്ടോ. ഞാൻ കഴിക്കുന്ന ടൈമിലാണ് താത്താനെ ഞാൻ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓക്ക് ഇങ്ങനെ വിശദീകരിച്ച് കൊടുക്കുകയാണ് കേട്ടോ, അതിൻ്റെ ഭംഗിയും പിന്നെ അതിലെന്തൊക്കെയുള്ളത് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്ത്. ഓള് അപ്പുറത്ത് എന്തോ കഴിക്കുന്നുണ്ടായിരുന്നു അന്നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാനത് ഓർക്കണില്ല കേട്ടോ എന്തൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇതാ ഓളും കഴിച്ചുകൊണ്ട് ഞങ്ങൾ ഓള് കഴിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കൂലങ്കഷമായ ചർച്ചയിലാണ് കേട്ടോ ഞങ്ങൾ. സാധാരണ ഈ ഒരു സമയത്ത് ഞങ്ങൾ അങ്ങനെ വീട്ടിൽ നിന്ന് അങ്ങനെ വീഡിയോ കോളൊന്നും ചെയ്യല്ല. ഞാൻ മക്കളെ കൂട്ടാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അങ്ങനെ അവിടുന്ന് ഒരു 10 മിനിറ്റ് ഞാനങ്ങനെ മക്കളെ വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് അങ്ങനെ വിളിക്കൽ കേട്ടോ. ഇന്നിപ്പോൾ സുജി മക്കളെ കൂട്ടിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനിവിടെ വീട്ടിലിങ്ങനെ ഫ്രീ ആയിട്ട് ഫുഡ് കഴിക്കുന്ന സമയത്ത് അങ്ങനെ വിളിച്ചു നോക്കിയതാണ്. ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് പപ്പയും മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുന്നത് കേട്ടോ. പിന്നെ ഉമ്മാനെയൊക്കെ ആഡ് ചെയ്തിട്ട് വീഡിയോ കോള് പിന്നെ ഒരു ഈവനിങ് ഒക്കെ ഇങ്ങനെ താത്ത ഒക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ കുറച്ചേരൊക്കെ ഇങ്ങനെ ഈ വർത്താനൊക്കെ പറഞ്ഞ് എല്ലാവരുമായിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിങ്ങനെ ഹൈ പ്രോട്ടീനായിട്ടുള്ള ഒരു ലഞ്ചായിരുന്നു ഇന്ന് എൻ്റെത് കേട്ടോ. നല്ല അടിപൊളി യമ്മി ആയിട്ടുള്ള ലഞ്ച് തന്നെയായിരുന്നു പറയാം. കുറച്ച് എൻ്റെ ഒരു ചോറ് കൊതിക്ക് കുറച്ച് ചോറ് അതിലുണ്ടായിരുന്നു. പക്ഷെ എല്ലാം ഒക്കെ ഒരു ലിമിറ്റഡ് ക്വാണ്ടിറ്റി ആണ് കേട്ടോ, ഓവറായിട്ടൊന്നുമില്ല. പക്ഷെ എനിക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല എന്താ പറയുക, ഹെവി ആയിരുന്നു. ഞാൻ ഇതൊക്കെ ഇങ്ങനെ കഴിക്കുന്നുണ്ടെങ്കിലും നമ്മൾ കുറേ കഴിക്കുന്നില്ലല്ലോ, എന്താ പറയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുറച്ചധികം തന്നെ കഴിച്ചപ്പോൾ എനിക്ക് വയറ് ഫില്ലായി. ഞാൻ ചോറിൻ്റെ ഒരു കുറച്ച് പകുതി, പിന്നെ ആ ചിക്കനൊക്കെ 2 പീസ്, പിന്നെ ആ കടല മൊത്തം കഴിച്ചു കേട്ടോ. പിന്നെ ആ എഗ്ഗും കഴിച്ചപ്പോൾ തന്നെ എൻ്റെ വയറ് ഫില്ലായി. അപ്പോൾ താത്ത പറഞ്ഞു ബാക്കിയുള്ള ഇത് ഈ ഫ്രിഡ്ജിൽ വെച്ചോ, നാളെ ആ ചിക്കനൊക്കെ ഉണ്ടല്ലോ, നല്ല വില കൊടുത്ത് വാങ്ങിയതല്ലേ, ആ ചിക്കനൊക്കെ തന്നെ ആ ചോറും കൂട്ടിയിട്ട് നീ നാളെ കഴിച്ചോ എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അതിൻ്റെ ഇടയിലാണ് മക്കളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പപ്പ മക്കളും വരുന്ന വഴിക്ക് ഫ്ലാഗിൻ്റെ ഈ എന്താ പറയുക ഷർട്ടിലിങ്ങനെ കുത്തിയിടാൻ വേണ്ടി പിൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഈ സംഭവമൊക്കെ വാങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നാളെയാണ് ഇൻഡിപെൻഡൻസ് ഡേ ശരിക്കും കഴിഞ്ഞു. ഇത് അതിൻ്റെ തലേന്നത്തെ വീഡിയോ ആണ് കേട്ടോ. 2 ആവശ്യമുള്ളൂ, പക്ഷെ 4 വാങ്ങി വന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി ഏതെങ്കിലും ഒന്ന് വർക്കായില്ലെങ്കിലും അവർക്ക് ഇനി ഇല്ല എന്നുള്ളത് പരാതി പറയണ്ടെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതായിരിക്കും. ഇനി 2 ഫ്ലാഗും കൂടെ വാങ്ങണം കേട്ടോ. അവർ സ്കൂളിൽ കൊണ്ടുപോകാൻ അതൊക്കെ വേണമെന്നാണ് ഇപ്പോൾ പറയണത്. പിന്നെ ഞാൻ കുറച്ച്
പപ്പയും മക്കളൊക്കെ ഫുഡ് കഴിക്കുമായിരുന്നു, ചോറും ഇതൊക്കെ കഴിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കടല മണി എടുത്തിട്ട് ഇങ്ങനെ കഴിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ കടലൻ്റെ വലിയ ഫാനൊന്നും അല്ല കേട്ടോ. പക്ഷേ ഇങ്ങനെ ഡയറ്റൊക്കെ ആകുമ്പോൾ എനിക്കിത് കഴിക്കാനുള്ള എന്തോ ഒരു ത്വര കുറച്ച് കൂടുതലാണ്. പിന്നെ ഇതാ 7 മണി മുതൽ 8 മണി വരെ വർക്കൗട്ടാണ് കേട്ടോ. താത്ത ചെയ്തുകൊണ്ടിരുന്നതിനാണ് അതിക്ക് ഞാനും കൂടി അങ്ങോട്ട് ഇപ്പോൾ ജോയിൻ ആക്കിയിട്ടുണ്ട്. ചെറിയ രീതിയിൽ ഡംബൽസൊക്കെ യൂസ് ചെയ്തിട്ടുള്ള അടിപൊളി വർക്കൗട്ടാണ് കേട്ടോ. ഞാൻ കുറച്ച് നന്നായിട്ട് മൂവ് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിൽ ഇപ്പോൾ ആയിട്ടുണ്ട്. നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിൽ ചെയ്യാൻ പറ്റാണ്ടായി വരുമല്ലോ. അപ്പോൾ കുറച്ചൊക്കെ ഇപ്പോൾ ചെയ്യണോണ്ട് നല്ല കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇത് വിയർപ്പല്ല കേട്ടോ, അത് എണ്ണ വെച്ചതാണ്. എക്സസൈസ് കഴിഞ്ഞിട്ട് കുറച്ച് വീട്ടിൽ അടുക്കിപ്പെറുക്കൽ പണി, മക്കൾക്ക് ഫുഡ് കൊടുക്കാനുള്ളത്, പിന്നെ പാത്രം കഴുകാൻ, അങ്ങനെ കുറച്ച് ചില്ലറ പണികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ എണ്ണ മൊത്തം ഭയങ്കര ഡ്രൈ സ്കിന്നാട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് തേക്കലുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടാണല്ലോ ഈ എക്സസൈസൊക്കെ തുടങ്ങിയത്. അപ്പോൾ ഞാൻ കഴിഞ്ഞിട്ട് എന്തായാലും അപ്പാടെ പോയിട്ട് കുളിക്കാനോ ഒന്നിനും പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ എണ്ണയൊക്കെ തേച്ച് കുറച്ച് നേരമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ പോയാണ് കുളിക്കൽ. അപ്പോൾ എണ്ണയൊക്കെ തേച്ചിട്ട് കുറച്ച് അല്ലറ ചില്ലറ ക്ലീനിങ് പരിപാടി ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഒന്ന് ഫ്രഷ് ആകും. പിന്നെ ഞാൻ ഇന്ന് അങ്ങനെ വിശക്കണമൊന്നുമില്ല, അതുകൊണ്ട് പിന്നെ രാത്രി ഒന്നും കഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ട്. എക്സസൈസ് കഴിഞ്ഞിട്ട് സാധാരണ എനിക്ക് വിശക്കലുണ്ട്, ഇന്നിപ്പോൾ അധികം ഒരു വിശപ്പൊന്നുമില്ല. അതുകൊണ്ട് വെള്ളം കുടിച്ച് ഇങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചു. ഈ വിശപ്പിനേക്കാളേറെ എനിക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാനുള്ളൊരു ത്വര, അതാണ് എനിക്ക് എപ്പോഴും ഉണ്ടാവില്ല കേട്ടോ. അപ്പം ഇന്ന് ആ ത്വര നമുക്ക് ഇങ്ങോട്ട് കൺട്രോൾ ചെയ്യാം. അതാണല്ലോ ഒരു വെയിറ്റ് ലോസ് ചാലഞ്ചിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു 10 ദിവസത്തെ ഒരു ചാലഞ്ച് ആയതുകൊണ്ട് മാക്സിമം നിൽക്കാൻ പറ്റുമെന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താണെന്നറിയില്ല, നമുക്ക് നോക്കാം. ഒരു 2-3 കിലോ എങ്കിലും ഈ 10 ദിവസം കൊണ്ട് കുറക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ. കാരണം ഇനി വെക്കേഷനല്ലേ വരാൻ പോണത്. അപ്പോൾ വെക്കേഷനിൽ ഒന്നും നടക്കില്ല. അതാണ് അങ്ങോട്ട് പോക്കും ഇങ്ങോട്ട് പോക്കും ഒക്കെ, എല്ലാവരും വരലും ഒക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് എന്താ പറയുക, എന്തായാലും വെയിറ്റ് ലോസ് ഒന്നും ഉണ്ടാവില്ല, വെയിറ്റ് കൂടുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഞാൻ കഷ്ടപ്പെട്ട് 2 കിലോ എങ്കിലും ഞാൻ കുറച്ചാൽ ആ 2 കിലോ അല്ലേ വെക്കേഷനിൽ കൂടുള്ളൂ. അതിന് വേണ്ടിയിട്ടാട്ടോ നല്ല മെനക്കിടുന്നത്. എനിക്ക് ഇപ്പോൾ ഇടുന്ന ഡ്രസ്സുകളൊക്കെ ഇപ്പോൾ ഇടണ്ടേ, ഇനി ഇടണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാട്ടോ. അതൊക്കെയാണ് എൻ്റെ ഉദ്ദേശങ്ങൾ. എന്താവുന്നൊക്കെ നോക്കാം. എനിക്ക് ഭയങ്കര ഷുഗർ ക്രേവിങ്സ് ആണ്, അത്രയാണെന്ന് പറയാൻ പറ്റുന്നില്ല, അത്രയും ക്രേവിങ്സ് ആണ് കേട്ടോ. അപ്പം ഞാൻ ആ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് ഞാൻ ഷുഗർ ഒട്ടും കഴിക്കൂല എന്നൊക്കെയായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ സുജിക്ക് ചായ ഉണ്ടാക്കി കൊടുത്തപ്പോൾ, ഈവനിങ് ചായ ഉണ്ടാക്കി കൊടുത്തപ്പോൾ അതിൻ്റെ ബാക്കി അവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം നല്ല ചൂടൊക്കെ ഉണ്ടായതുകൊണ്ട് എനിക്കത് കുടിക്കാഞ്ഞിട്ട്, ഒരു സിപ്പ് എടുക്കാഞ്ഞിട്ടുള്ള ഒരു ഭയങ്കര ഒരു, അപ്പോൾ ഞാനത് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് മാത്രമൊന്നുമില്ല, കുറച്ച്. അപ്പോൾ എൻ്റെ മൈൻഡിൽ ഭയങ്കര ഒരു ഡിസ്റ്റർബൻസ്. കുടിക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നു കേട്ടോ. കുടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഷുഗർ കഴിക്കില്ല എന്നൊക്കെ അല്ലേ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. വെറുതെ കുടിച്ചു എന്നൊക്കെ ഉള്ള ഭയങ്കര ഒരു കുറ്റബോധം. അപ്പോൾ ഞാൻ കുളിച്ച് ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് കുളിച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ ഇതൊക്കെയാണ് കഴിച്ചത് കേട്ടോ. അപ്പോൾ കുളിച്ച് വന്നിട്ട് കുറച്ചും കൂടി എന്തെങ്കിലുമൊക്കെ കഴിക്കുകയാണെങ്കിൽ വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഞാനൊന്നും കഴിച്ചില്ല, നല്ല വെള്ളം കുടിച്ച് നടക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നാളത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരും വരെ ബൈ.